ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ഫ്രെയിമിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രാർത്ഥനകളെല്ലാം നമ്മളുടെ ബോധത്തിന് ഉണർവ് നൽകാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ദൈവദശകം എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ തന്നെ ദൈവമേ എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലിയത്. സുഖം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന അവസാനിപ്പിച്ചത്. അപ്പോൾ ഗുരുവിൻ്റെ തന്നെ ആത്മോപദേശ ശതകത്തിൽ പറയും, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതം ഏകമെന്നു ചിന്തിച്ച് അകമണയാതെ അകതാരമർത്തിടയണം. അപ്പോൾ ലോകത്തിലുണ്ടായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും ആത്മസുഖമുണ്ടാവണം, ആ ആത്മസുഖമുണ്ടാവണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ആ അർത്ഥത്തിൽ എല്ലാ കർമ്മങ്ങളും വ്യത്യസ്തമായിരിക്കുന്നെങ്കിലും, എല്ലാ വിശ്വാസങ്ങളും വ്യത്യസ്തമായിരിക്കുന്നെങ്കിലും, എല്ലാ ജീവിത രീതികളും വ്യത്യസ്തമായിരിക്കുന്നെങ്കിലും, എല്ലാ ജീവനും ആഗ്രഹിക്കുന്നത് താൻ ചെയ്യുന്ന ഈ കർമ്മത്തിലൂടെ, താൻ ചെയ്യുന്ന ഈ വിശ്വാസത്തിലൂടെ, താൻ ചെയ്യുന്ന ഈ പ്രാർത്ഥനകളിലൂടെ എല്ലാം എനിക്ക് ആത്മസുഖമുണ്ടാവണം, ശാന്തി ഉണ്ടാവണം എന്നതാണ്. ആ അർത്ഥത്തിൽ ശാന്തി ഉണ്ടാവണം എന്ന അർത്ഥത്തിൽ ഈ എല്ലാ ജീവനുകളും ഒരേ മതമുള്ളവരാണ് എന്ന് തിരിച്ചറിഞ്ഞ് വിഭാഗീയതകൾക്ക് മനസ്സിനെ വിട്ടുകൊടുക്കാതെ, ഉള്ളിൽ പാപം വന്ന് നിറയാതെ അകതാരിനെ അമർത്തി ശാന്തമായി നിങ്ങൾ ഇരിക്കണം എന്നാണ് ഗുരുവിൻ്റെ ഒരു ദർശനം എന്ന് പറയുന്നത് തന്നെ അങ്ങനെ അതാണ്. അപ്പോൾ എല്ലാ മതങ്ങളിലും, എല്ലാ ദർശനങ്ങളിലും, എല്ലാ ചിന്തകളിലും, എല്ലാ വിശ്വാസങ്ങളിലും അന്തസ്സാരമായിട്ടിരിക്കുന്ന പൊരുളിനെ എടുത്തു കാണിക്കുക. ഒരു തരത്തിലുമുള്ള വിഭാഗീയതകളുടെ ആവശ്യമില്ല. എല്ലാവരും അന്വേഷിക്കുന്നത് ഒരേ ശാന്തി തന്നെയാണ്, ഒരേ പ്രശാന്തി തന്നെയാണ് എന്ന് എടുത്തു കാണിച്ച് അകന്നിരിക്കുന്നതിനെ മുഴുവൻ എങ്ങനെ ചേർത്ത് കൊണ്ടുവരാം എന്ന ഒരു ദർശനം ഉള്ളിൽ വെച്ചുകൊണ്ട് ജീവിക്കുകയും ആ ജീവിതത്തെ വാക്കുകളിലൂടെ പറയുകയും ചെയ്ത ഒരു ഗുരുവാണ് നാരായണഗുരു. അങ്ങനെയുള്ള ഒരു നാരായണഗുരു ജീവിച്ച ഒരു കാലഘട്ടത്തിൽ, ജാതീയത വളരെ ശക്തമായിരുന്നൊരു കാലഘട്ടത്തിൽ, ഒരു വിഭാഗം മനുഷ്യരെ അധകൃതർ എന്ന് പറഞ്ഞ് തള്ളി അമ്പലത്തിൽ കയറ്റാതെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി കഷ്ടപ്പെടുന്നത് കണ്ട് വിഷമിച്ചിട്ട് ആ വിഭാഗത്തിന് കുറച്ച് അവരുടെ ഭൗതിക ജീവിതത്തിനും മാനസിക ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും വെളിച്ചമുണ്ടാക്കി കൊടുക്കണം എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ആദ്യകാലത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അകറ്റി മാറ്റി നിർത്തപ്പെട്ടവർക്ക് അവരുടെ ബോധത്തിലുള്ള ആ അധമഭാവത്തെ, ആ ഒരു വിഷമത്തെ ഇല്ലാതാക്കാൻ, അവരും മനുഷ്യരാണ്, അവരും കൊള്ളാവുന്നവരാണ് എന്ന് അവർക്ക് സ്വയം ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടാണ്, അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അമ്പലങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം അന്ന് കുട്ടികൾക്ക് എന്നാണ് ഗുരു പറഞ്ഞത്, കുട്ടികൾക്ക് ചൊല്ലിപ്പഠിക്കാനായിട്ട്, ചൊല്ലുമ്പോൾ ബോധത്തിൽ വികാസമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടാവണമെന്ന് കരുതിയിട്ടാണ് ഗുരു ദൈവദശകം എന്ന പ്രാർത്ഥന എഴുതുന്നത്. അപ്പോൾ ദൈവദശകം എന്നൊരു പ്രാർത്ഥനയുടെ പ്രത്യേകത, അത് ഒരേ സമയം വൈകാരികമാണ്, അതേസമയം ബൗദ്ധികമാണ്, ബുദ്ധിപരമാണ്. അതിലാഴത്തിലുള്ള ചിന്തകളുണ്ട്, ദർശനങ്ങളുണ്ട്. അപ്പോൾ ഈ ഉപനിഷത്ത് അതുപോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ സൂക്ഷ്മമായിട്ട് പറഞ്ഞു വച്ചിട്ടുള്ള അറിവുകളെയും, ഇപ്പോൾ യേശു ക്രിസ്തു അല്ലെങ്കിൽ ജ്ഞാനദേവൻ, മീര തുടങ്ങിയിട്ടുള്ള മിസ്റ്റിക്കുകൾ അവരുടെ ആന്തരിക അനുഭവത്തെ മിസ്റ്റിക്കലായിട്ട്, വൈകാരിക അനുഭൂതിയായിട്ട് അവതരിപ്പിച്ച ശൈലിയും എല്ലാം ഉൾച്ചേർത്തുകൊണ്ട് എഴുതിയിട്ടുള്ള പക്വമായ ഒരു പ്രാർത്ഥനയാണ് ദൈവദശകം. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻ പദം, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ, നിന്നിടും ദൃക്ക് പോൽ ഉള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ
ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അപ്പം ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതെ ഇങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്ക്, ഒരു ആവി വൻ തോണി നിൻ പദം. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ദൈവമേ കാത്തുകൊള്ളുക എന്ന് പറയേണ്ടി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ ഇവിടെ ജീവിതത്തിൽ മനുഷ്യനായിരിക്കുന്ന നമുക്ക് നമ്മളുടെ ചിന്തയും നമ്മുടെ വാക്കും നമ്മുടെ കർമ്മവും കൊണ്ട് നമ്മൾ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നതും പ്രവർത്തിക്കുന്നതും. പക്ഷെ അതൊന്നും നമുക്ക് വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള ചിന്ത, വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള കർമ്മം, വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള വാക്കൊന്നും നമുക്ക് സ്വസ്ഥതയും സമാധാനവും തരുന്ന ഒരു ജീവിതത്തെ പ്രദാനം ചെയ്യാതായതുകൊണ്ടാണ് നമ്മൾ ദൈവമേ എന്ന് വിളിച്ചു പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എവിടെയോ പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ കർമ്മബന്ധങ്ങൾ ശോകത്തിലും മോഹത്തിലും പെട്ടിങ്ങനെ ഉഴലുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ വേണം. ആ രക്ഷയ്ക്കുള്ള ഏക വഴി ദൈവമേ എന്ന് വിളിക്കുക എന്നുള്ളതാണ്. ദൈവം എന്ന് വെച്ചാൽ വെളിച്ചം എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു സ്ഥലത്ത് ഇരുട്ടുണ്ടെങ്കിൽ ആ ഇരുട്ട് മാറിപ്പോവാൻ ഏക വഴി അവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇരുട്ടിനെക്കുറിച്ച് എത്ര നമ്മൾ വിഷമിച്ചിരുന്നത് കൊണ്ടോ വെളിച്ചത്തെ വെറുതെ പുകഴ്ത്തിയിട്ടോ ഒന്നും കാര്യമില്ല. അവിടെ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുക. അപ്പോൾ ആന്തരികമായിട്ട് നമ്മൾ ഒരു വെറുതെ ഗുരുനിത്യം എപ്പോഴും പറയും, ലോകത്തിലെ ഏറ്റവും വലിയ സാധന എന്ന് പറയുന്നത് കൈ നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വെറുതെ ദൈവമേ എന്ന് വിളിക്കലാണ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടും കൂടി ഒരാൾ തൻ്റെ ഹൃദയത്തിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ച് വെറുതെ ദൈവമേ എന്ന് വിളിച്ചാൽ അവൻ്റെ ഉള്ളിലുള്ള കാലുഷ്യങ്ങളെല്ലാം അകന്നു പോകുമെന്നും അവിടെ ഒരു പ്രശാന്തി വന്ന് നിറയുമെന്നും ഗുരുനിത്യം എപ്പോഴും പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഹൃദയത്തോടു കൂടി, ഒരു പൂർണ്ണ സമർപ്പണത്തോടു കൂടി ദൈവമേ എന്ന് നമ്മൾ വിളിക്കുകയാണ്. എന്തിനാണ് ദൈവമേ എന്ന് വിളിക്കുന്നത്? ഞാനിപ്പോൾ ദുഃഖമാകുന്ന അല്ലെങ്കിൽ അജ്ഞാനമാകുന്ന ഒരു കടലിൽ പെട്ടുപോയിരിക്കുന്നു. ഈ കടലിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നാവികനായിട്ടിരിക്കുന്നത് നീയാണ് ദൈവമേ. ഈ വെളിച്ചമാണ്, എൻ്റെ ഉള്ളിലെ ഉണർവാണ്. ഈ കടൽ കടത്തി എന്നെ മറുകരയിലെത്തിക്കാനുള്ള ആവിക്കപ്പലായിട്ടിരിക്കുന്നത് നിൻ്റെ പദമാണ്, നിൻ്റെ പാതാരബിന്ദങ്ങളാണ്, അല്ലെങ്കിൽ നിൻ്റെ നാമമാണ്, നിൻ്റെ വാക്കാണ്. അപ്പം നീയാകുന്ന നാവികൻ, നീയാകുന്ന കപ്പൽ, നീയാകുന്ന കപ്പലിൽ കയറി നീയാകുന്ന നാവികൻ നയിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് വേണം എനിക്ക് ഈ ദുഃഖമാകുന്ന സാഗരത്തിൽ നിന്ന് മുക്തി ലഭിക്കാൻ. അതുകൊണ്ട് അങ്ങ് എന്നെ അതിന് താങ്ങായിട്ട് എനിക്കിരിക്കണേ എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്ക്, ഒരു ആവിവൻ തോണി നിൻ പദം.